മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അന്നമനട, പൊയ്യ, കുഴൂർ, ആളൂർ എന്നിവിടങ്ങളിൽ UDFനാണ് മുൻതൂക്കം. മാളയിൽ മാത്രമാണ് LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരിക്കും. UDF വിജയക്കുതിപ്പ് നടത്തിയ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ പൊയ്യ ഡിവിഷൻ 11-ൽ നിന്ന് വിജയിച്ച സുഭാഷിണി രാജീവ് പ്രസിഡന്റാവുമെന്ന് ഏതാണ്ട് ഉറപ്പായി. UDFന്റെ 6 വനിതകളിൽ വിജയിച്ചെത്തിയ ഏക സംവരണ അംഗമാണിവർ. ആകെയുള്ള 14 സീറ്റിൽ 11-ലും UDF മാള ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു. പൊയ്യ പഞ്ചായത്തിൽ UDFലെ ഔസേപ്പച്ചൻ തോമസ് പ്രസിഡന്റാവുമെന്നാണ് സൂചന. വാർഡ് 13 പൊയ്യയിൽ നിന്ന് വിജയിച്ച അംഗമാണ് ഔസേപ്പച്ചൻ തോമസ്. യുവാവായ ഒരാളെ പരിഗണിക്കുന്നതിലൂടെ പുതിയ മാറ്റങ്ങൾക്ക് കോൺഗ്രസ് ശ്രമിക്കുന്നു. അന്നമനടയിൽ പഞ്ചായത്തിൽ അന്നമനട വെസ്റ്റ് വാർഡ് 4-ൽ നിന്ന് വിജയിച്ച സുനിത സജീവൻ പ്രസിഡന്റായേക്കും. വാർഡ് 2 വെള്ളൂർ നോർത്തിൽ നിന്ന് വിജയിച്ച ആനി ആൻഡുവിനെയും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ UDFും LDFും ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ ടോസ് ലഭിച്ച LDF 5 വർഷം പൂർത്തിയാക്കി ഭരിച്ചു. ഇത്തവണ പക്ഷേ UDFന് ഭയാശങ്കയില്ലാതെ ഭരിക്കാം. 20 സീറ്റിൽ 14 എണ്ണം നേടി വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയിച്ചത്. കുഴൂർ പഞ്ചായത്തിൽ തുമ്പരശ്ശേരി വാർഡ് 3-ൽ നിന്ന് വിജയിച്ച സിൽവി ടീച്ചറാകും പ്രസിഡന്റ്. അതേസമയം വാർഡ് 13 പൂത്തുരുത്തിയിൽ നിന്ന് ജയിച്ച ബിജി വിൽസനെയും പരിഗണിച്ചേക്കുമെന്നറിയുന്നു. ഇവർക്ക് 2 പേർക്കും ഇടവിട്ട കാലയളവ് വീതം പ്രസിഡന്റ് സ്ഥാനം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാള പഞ്ചായത്തിൽ വാർഡ് 13-ൽ നിന്ന് വിജയിച്ച PK രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് സാധ്യത. 21 സീറ്റുകളുള്ള മാള പഞ്ചായത്തിൽ ഒരു സ്വതന്ത്രയടക്കം 9 എണ്ണം നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് LDF. 8 സീറ്റുകൾ നേടിയ UDF തൊട്ടുപിറകിലുണ്ട്. 4 വാർഡുകൾ നേടിയ BJPയുടെ നിലപാടുകൾ ഇവിടെ നിർണായകമാകും. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ PK രാധാകൃഷ്ണൻ തന്നെ പ്രസിഡന്റായി തുടരും. ആളൂരിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം, മാള.